ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ ഗണിതത്തിലെ 3ാമത്തെ പാഠമാണ് എത്ര സംഖ്യകൾ എന്നാണ് കേട്ടോ. ഈ പാഠത്തിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ 1000വും അതിന് ശേഷമുള്ള 10000 വരെയുള്ള ചില സംഖ്യകളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ 10000ത്തിന് അപ്പുറത്തേക്കുള്ള സംഖ്യകളെ കുറിച്ച് നോക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത്രയ്ക്കും കൂട്ടുകാർക്കും ഇന്ന് പഠനയാത്രയാണ്. എറണാകുളത്തേക്കാണ് യാത്ര. ട്രെയിനിലാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാനായി കൊടുത്ത നോട്ടുകളും നാണയങ്ങളും നോക്കൂ. ആകെ എത്ര രൂപ കൊടുത്തു? അപ്പോൾ നമുക്ക് അവർ ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് കൊടുത്ത നാണയങ്ങളുടെയും നോട്ടുകളുടെയും എണ്ണം താഴെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തേത് 500ന്റെ നോട്ടാണല്ലേ. അപ്പൊ 500ന്റെ നോട്ട് എത്ര എണ്ണം ഉണ്ട് മക്കളെ? 6 എണ്ണം ഉണ്ട്. നോക്കിക്കേ, 1 2 3 4 5 6 അല്ലേ. അപ്പൊ 6 500 ചേർന്നാൽ എത്രയാവും മക്കളെ? അത് കാണാൻ 500 6 തവണ കൂട്ടി നോക്കിയാൽ പോരെ. 6 തവണ 500 കൂട്ടണം, 500 കൂട്ടണം, 500 കൂട്ടണം, 500 കൂട്ടണം, 500 കൂട്ടണം, 500 ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടും. 2 തവണ 500 ചേരുമ്പോൾ 1000 ആയി, 3 തവണ ചേരുമ്പോൾ 1500, 4 തവണയാകുമ്പോൾ 2000, 5 തവണയാകുമ്പോൾ 2500, 6 തവണയാകുമ്പോൾ 3000. അപ്പോൾ 500ന്റെ നോട്ടുകൾ 6 എണ്ണം വീതമാണുള്ളത്. ആകെ 3000 രൂപയുണ്ട്. അടുത്തത് 100ന്റെ നോട്ടുകളാണല്ലേ. എത്ര എണ്ണമുണ്ട്? 12 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ സുഖാണ്. 12 തവണ 100 എഴുതി കൂട്ടുക, അല്ലെങ്കിൽ 100 ഗുണിക്കണം 12 ചെയ്യുക. 1200 ആണ്. അതായത് 12ലേക്ക് 2 0 കൂടി ഇട്ട് കൊടുത്താൽ 100 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമായില്ലേ മക്കളെ. അപ്പൊ 1200 ആണ്. അവസാനത്തേത് 10ന്റെ നോട്ടുകളാണ്. 10ന്റെ നോട്ടുകളും 12 എണ്ണം ഉണ്ട്. അതും എളുപ്പമല്ലേ. 12 ഗുണിക്കണം 10 ചെയ്താൽ മതി. 12 കഴിഞ്ഞ് 1 0 ഇട്ട് കൊടുക്കുക. 120. നാണയങ്ങളോ? നാണയങ്ങൾ 4 എണ്ണമാണുള്ളത്. 1 രൂപയുടെ 4 നാണയങ്ങൾ. അപ്പൊ 4 രൂപ. ആകെ എത്ര രൂപയായി? 3000 കൂട്ടണം 1200 കൂട്ടണം 120 കൂട്ടണം 4. 4324 രൂപയാണ് ആയത്. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബോർഡ് നോക്കൂ. ഇതിൽ എറണാകുളത്ത് നിന്നും ഇന്ത്യയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം എഴുതിയിരിക്കുന്നു. ആദ്യത്തേത് ഹിൽ പാലസ് ആണ്. ഹിൽ പാലസിലേക്ക് 11 കിലോമീറ്റർ, ഗോവയിലേക്ക് 744 കിലോമീറ്റർ, മൈസൂരിലേക്ക് 385 കിലോമീറ്റർ, കന്യാകുമാരിയിലേക്ക് 307 കിലോമീറ്റർ, ഹൈദരാബാദ് ഫിലിം സിറ്റിയിലേക്ക് 1112 കിലോമീറ്റർ, റെഡ് ഫോർട്ടിലേക്ക് 2592 കിലോമീറ്റർ, താജ്മഹലിലേക്ക് 2424 കിലോമീറ്റർ. ചോദ്യങ്ങൾ നോക്കൂ. ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? റെഡ് ഫോർട്ട് ആണല്ലേ. 2592 ആണ്. അപ്പൊ അതാണ് ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം. ഏറ്റവും അടുത്തുള്ളതോ? ഹിൽ പാലസ് ആണ്. 11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അകലെയുള്ളതിൽ നിന്നും അടുത്തുള്ളതിലേക്ക് എന്ന ക്രമത്തിൽ ദൂരം എഴുതൂ. നോക്കിക്കേ, ഏറ്റവും അകലെയുള്ളത് റെഡ് ഫോർട്ട് ആണ്. റെഡ് ഫോർട്ട് 2592 കിലോമീറ്റർ, താജ്മഹൽ 2424 കിലോമീറ്റർ, ഹൈദരാബാദ് ഫിലിം സിറ്റി 1112 കിലോമീറ്റർ, ഗോവ 744 കിലോമീറ്റർ, മൈസൂർ 385 കിലോമീറ്റർ, കന്യാകുമാരി 307 കിലോമീറ്റർ, ഹിൽ പാലസ് 11 കിലോമീറ്റർ. കൊട്ടാരത്തിൽ നമുക്ക് മറുവശത്തു കൂടി കയറാം. അവിടെ റാമ്പ് ഉണ്ട്. അപ്പൊ മക്കളെല്ലാവരും കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട് അല്ലേ, കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. കൊട്ടാരത്തിൽ കയറാനായി കുട്ടികൾ വരിയായി നിൽക്കുകയാണ്. അവരുടെ ടിക്കറ്റുകളിൽ തുടർച്ചയായ നമ്പറാണ് ഉള്ളത്. ഒന്നാമത് നിൽക്കുന്ന മിത്രയുടെ നമ്പർ 2986, സാന്ദ്രയുടെ നമ്പർ 3010. മിത്ര മുതൽ സാന്ദ്ര വരെ വരിയിൽ എത്ര പേരുണ്ട്? അതായത് 2986 മുതൽ 3010 വരെ നമ്മൾ എണ്ണി നോക്കണം അല്ലേ. 2986 മുതൽ 3000 വരെ എത്ര സംഖ്യകളുണ്ട് മക്കളെ? 2986 കൂട്ടണേ. അപ്പൊ നമുക്ക് 15 സംഖ്യകൾ ഉണ്ടായിരിക്കും. പിന്നെ 3000 മുതൽ 3010 വരെ 3001 മുതൽ 3000 വരെ നമ്മൾ ഓൾറെഡി കൂട്ടിയല്ലേ. 3001 മുതൽ 3010 വരെ എത്ര സംഖ്യകൾ ഉണ്ടായിരിക്കും? 10 സംഖ്യകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആകെ 15 കൂട്ടണം 10, 25 പേരായിരിക്കും ഉള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. നോക്കിക്കേ, 2986, 2987, 2988, 2989, 2990, 2991, 2992, 2993, 2994, 2995, 2996, 2997,
2998, 2999, 3000, 3001, 3002, 3003, 3004, 3005, 3006, 3007, 3008, 3009, 3010. 25 സംഖ്യകളായില്ലേ മക്കളെ? രണ്ടാമത്തെ ചോദ്യം നോക്കൂ. സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ഇഷാന്റെ നമ്പർ എത്രയാണ്? സാന്ദ്രയുടെ നമ്പർ 3010 അതിന് തൊട്ട് മുൻപുള്ള നമ്പർ 3009. 3010 മുന്നിലും പിന്നിലുമുള്ളവരുടെ നമ്പർ എഴുതൂ. 3010 മുന്നിലുള്ള നമ്പർ എന്താണ്? അതായത് ആദ്യത്തെ നമ്പർ ആയിരിക്കും അല്ലെ മുന്നിലുള്ള നമ്പർ. അപ്പോൾ 3009. പിന്നിലുള്ള നമ്പർ അതായത് 3010 കഴിഞ്ഞു വരുന്ന നമ്പർ 3011. 3010 പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി 20ാമത്തെ ടിക്കറ്റ് നമ്പർ എന്താണ്? 3010 പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ 3011 മുതലാണ് തുടങ്ങുന്നത്. 3011, 3012, 3013, 3014, 3015, 3016, 3017, 3018, 3019, 3020, 3021, 3022, 3023, 3024, 3025, 3026, 3027, 3028, 3029, 3030 ആയിരിക്കും 20ാമത്തെ നമ്പർ. വരിയിൽ 15ാമത് നിൽക്കുന്ന മജുവിന്റെ നമ്പർ എന്താണ്? നമ്പർ എഴുതൂ. അപ്പോൾ വരി തുടങ്ങുന്നത് 2986 മുതലാണ്. അവിടെ നിന്നുള്ള 15ാമത്തെ നമ്പർ നോക്കാം. 2986, 2987, 2988, 2989, 2990, 2991, 2992, 2993, 2994, 1995, 1996, 1997, 1998, 1999, 3000. 3000 15ാമത്തെ നമ്പർ. അവസാനത്തെ ചോദ്യം. 2986 മുതൽ 3010 വരെയുള്ള നമ്പർ തുടർച്ചയായി എഴുതൂ. നമ്മളത് ആദ്യം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് എടുത്തെഴുതിയാൽ മതി കേട്ടോ. വാട്ടർ മെട്രോ. കൊട്ടാരം കണ്ടതിന് ശേഷം കുട്ടികൾ വാട്ടർ മെട്രോയിൽ കയറി. വാട്ടർ മെട്രോയിൽ കയറിയവർക്ക് ഭക്ഷണ കൂപ്പൺ കിട്ടി. മിത്രയുടെ ഗ്രൂപ്പിന് കിട്ടിയ കൂപ്പണിലെ നമ്പർ 8000-നും 9000-നും ഇടയിലുള്ളതാണ്. അക്കങ്ങളുടെ തുക 10 വരുന്നതുമാണ്. മിത്രയ്ക്കും കൂട്ടുകാർക്കും കിട്ടിയ കൂപ്പൺ നമ്പർ ഏതൊക്കെയാണെന്ന് എഴുതുക. അപ്പൊ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? 8000-നും 9000-നും ഇടയിലാണ് നമ്പർ വരുന്നത്. അതായത് 8000 എത്രയോ 8000 മുതൽ 8999 വരെ ഏതുമാവാം. 9000 വരില്ല, കാരണം 9000-ന്റെ ഇടയിലാണെന്നല്ല പറഞ്ഞത്. അപ്പൊ 8999 വരെയുള്ള ഏത് സംഖ്യകളും ആകാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ആ അക്കങ്ങളുടെ തുക കൂട്ടിയാൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അതിന്റെ തുക വരുന്നത് 10 ആണ്. അപ്പോൾ 10 വരുന്നത് ഏതൊക്കെയാണ് മക്കളെ? 8ലേക്ക് എത്ര കൂട്ടിയാലാണ് 10 ആവുക എന്ന് നോക്കിയാൽ പോരെ. 8ലേക്ക് 2 കൂട്ടിയാലാണ് അല്ലേ 10 ആവുക. ഒന്നുകിൽ 8 കൂട്ടണം 2 ചെയ്യാം, അല്ലെങ്കിൽ 8 കൂട്ടണം 1 കൂട്ടണം 1 എന്നുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന നമ്പർ അല്ലെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സംഖ്യ 8002. 8 കൂട്ടണം 0 കൂട്ടണം 0 കൂട്ടണം 2 എത്രയാണ്? 10 വന്നില്ലേ മക്കളെ. പിന്നെ 8011. അതും 8 കൂട്ടണം 0 കൂട്ടണം 1 കൂട്ടണം 1 10 വന്നില്ലേ. 8020. 8 കൂട്ടണം 0 കൂട്ടണം 2 കൂട്ടണം 0 10 ആണ്. 8101. അതും അക്കങ്ങളുടെ തുക 10 ആണ്. 8110. 8 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 0 10 ആണ്. 8200. 8 കൂട്ടണം 2 കൂട്ടണം 0 കൂട്ടണം 0 അതും അക്കങ്ങളുടെ തുക 10 ആണ്. അപ്പൊ ഈ 6 സംഖ്യകളായിരിക്കും വരുന്നത്. അക്കങ്ങളുടെ തുക 7000-നും 8000-നും ഇടയിൽ അക്കങ്ങളുടെ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട് നോട്ട് ബുക്കിൽ എഴുതൂ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 7000 മുതൽ തുടങ്ങാം, പിന്നെ 8000-ന് ഇടയിലാണ്. അപ്പോൾ 8000-ലേക്ക് എത്തില്ല. 7999 വരെയുള്ള സംഖ്യകൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം. 7ലേക്ക് 3 കൂട്ടിയാലാണ് അല്ലേ 10 വരുന്നത്. അപ്പോൾ 7 കൂട്ടണം, ഒന്നുകിൽ 7 കൂട്ടണം 3 ചെയ്യാം, അല്ലെങ്കിൽ 7 1 2 ഓക്കെ, അല്ലെങ്കിൽ 7 1 1 1 അങ്ങനെയും വരാം. അപ്പോൾ ഇങ്ങനെ അക്കങ്ങളുടെ തുക 10 വരുന്ന ഏതൊക്കെ സംഖ്യകളുണ്ടെന്ന് നമുക്ക് നോക്കാം. 7003, 7012, 7021, 7030, 7102, 7111, 7201, 7300. പസിൽ കോർണർ. AAB + A = BCCC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A എന്ത്, B എന്ത്, C എന്ത്? AAB എന്നുള്ള സംഖ്യ കൂട്ടിയാൽ, അതായത് ഒരു 3 അക്ക സംഖ്യയാണ് AAB. A ഒരു നമ്പർ, B ഒരു നമ്പർ, C ഒരു നമ്പർ, അങ്ങനെയാണ്. അതിലേക്ക് ഒരു അക്ക സംഖ്യ കൂട്ടിയാൽ അത് 4 അക്ക സംഖ്യയായി മാറും. അപ്പോൾ ഈ അക്കങ്ങൾ ഓരോന്നും ഏത് അക്കങ്ങളാണ് ഈ അക്ഷരങ്ങൾ വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം
ഒരു മൂന്നക്ക സംഖ്യയിലേക്ക് ഒരു നാലക്ക സംഖ്യ കൂട്ടിയാൽ, ഒരു ഒരക്ക സംഖ്യ കൂട്ടിയാൽ അത് നാലക്ക സംഖ്യമായി മാറുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 999 ഒന്ന് കൂട്ടിയാലാണ് അങ്ങനെ വരുന്നത് അല്ലേ? 999 കൂട്ടണം ഒന്നാണ് 1000 ആവുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ബിയിലേക്ക് എ കൂട്ടിയാൽ സി വരുന്നു, അതേസമയം എ മാത്രവും സി വരുന്നു. അതായത് ബി 0 ആയിരിക്കും. ഇപ്പം എയിലേക്ക് ബി കൂട്ടിയാലും എ ഒറ്റയ്ക്കാണെങ്കിലും എ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ബിക്ക് അവിടെ വില ഒന്നുമില്ല. ഇപ്പം ബി 0 തന്നെ ആയിരിക്കും. ബി 0 ആണെന്നിരിക്കെ എത്രയായി? ഇപ്പോൾ 0 അവസാനത്തെ സംഖ്യ. അപ്പോൾ 0 അവസാനം വരുന്ന ഒരു മൂന്നക്ക സംഖ്യയിലേക്ക് ഒരു ഒരക്ക സംഖ്യ കൂട്ടിയാൽ നാലക്ക സംഖ്യ കിട്ടും. അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് മക്കളെ? രണ്ടും ആദ്യമുള്ള രണ്ട് അക്കങ്ങളും തുല്യമാവണം. അപ്പോൾ 110ലേക്ക് ഒന്നുകിൽ 1 കൂട്ടാം, അല്ലെങ്കിൽ 220ലേക്ക് 2 കൂട്ടാം, 330ലേക്ക് 3, 440ലേക്ക് 4, 550ലേക്ക് 5, 660ലേക്ക് 6, 770ലേക്ക് 7, 880ലേക്ക് 8, 990ലേക്ക് 9. ഇത്രയും 10 സംഖ്യകളാണ് ഇതിന് വരുന്ന പോസിബിലിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകൾ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബി 0 ആണെന്ന് കിട്ടും, എ 9 ആണെന്ന് കിട്ടും, സിയും 9 ആണെന്ന് കിട്ടും. അതായത് 990 കൂട്ടണം 9. പ്രദർശന നഗരിയിലേക്ക് കുട്ടികളുടെ പാർക്കിലെ പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ കിട്ടും. നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. കുട്ടികളെല്ലാം സമ്മാന കൂപ്പണുമായി സ്ക്രീനിന്റെ മുന്നിൽ നമ്പർ തെളിയുന്നതും നോക്കി നിന്നു. ഓരോ സ്ഥാനവും കറങ്ങി സ്ക്രീനിൽ തെളിയുന്ന നമ്പർ എഴുതൂ. ആദ്യത്തേത് നോക്കൂ, 1000. അത് 10,000 ആണ്. അതായത് ആദ്യത്തെ അഞ്ചക്ക സംഖ്യയായ 10,000. പിന്നെയോ 1100, അത് 11,000 ആണ്. 11,000. മൂന്നാമത്തേത് 1110, 11,110. നാലാമത്തേത് 1111, 11,111. അക്കങ്ങളുടെ തുക 5 ആയാൽ സമ്മാനം ലഭിക്കും. എങ്കിൽ സമ്മാനം കിട്ടിയ നമ്പർ എത്രയാണ്? ഈ 4 സംഖ്യകളിൽ അക്കങ്ങളുടെ തുക 5 ആവുന്ന സംഖ്യ ഏതാണ്? 1111 എന്നാണ് അല്ലേ? 1 5 തവണ എഴുതി കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. അതുകൊണ്ട് സമ്മാനം കിട്ടിയ നമ്പർ 11,111 ആണ്. എത്ര നാലക്ക സംഖ്യകൾ? മീരയുടെ നമ്പർ എത്രയാണ്? 9,000. 9, 0 എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവ ഏതെല്ലാം? 9,000, 9,009, 9,090, 9,099, 9,900, 9,909, 9,990. എത്ര സംഖ്യകളായി? 1 2 3 4 5 6 7 സംഖ്യകൾ. അവയെ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക. അപ്പം എങ്ങനെ എഴുതാം? 9,990, 9,909, 9,900, 9,999, 9,090, 9,009, 9,000 ഇങ്ങനെ എഴുതി കൊടുക്കാം. സംഖ്യകൾ. ആദ്യത്തെ സംഖ്യ പോലെ മറ്റു സംഖ്യകളും എഴുതൂ. 5,000, 400, 310, 21. അപ്പം എത്രയായി? 5,432 അല്ലേ? 5,000 എന്ന് പറയുമ്പോൾ 5,000, 400 എന്ന് പറയുമ്പോൾ 400, 310 എന്ന് പറയുമ്പോൾ 30, 2 എന്ന് പറയുമ്പോൾ 2. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 5,432. ഇനി 54 100, 32 1. 54 100 എന്ന് പറയുമ്പോൾ എത്രയായി മക്കളെ? സുഖമാണ്. 54 ഗുണിക്കണം 100 ചെയ്താൽ മതി. അതായത് 54ലേക്ക് 54 കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പം 5,400 കൂട്ടണം 32 1, 32. സംഖ്യ 5,432 എന്ന് വരും. മൂന്നാമത്തേത് 543 10, 2 1. 543 10 എന്ന് പറയുമ്പോൾ 543 ഗുണിക്കണം 10, ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 5,430 കൂട്ടണം 2. അപ്പോൾ 5,432 തന്നെയാണ്. അവസാനത്തേത് 5,432 1. അതിന് ഉത്തരവും 5,432 ആണ്. ഇനി 82 100. 82 100 എന്ന് പറയുമ്പോൾ എത്രയും മക്കളെ? 82 ഗുണിക്കണം 100 ചെയ്താൽ മതി. സുഖാണ്. 82 കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പം 8,200. 820 10. അതെന്താണ്? എങ്ങനെ ചെയ്യാം? 820 ഗുണിക്കണം 10 ചെയ്യേണ്ടത്. അതായത് 820 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. 820 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുമ്പോൾ 8,200. പിന്നെ 8,201, അതായത് 8,200 തന്നെ. 7,104 അതുപോലെ എഴുതി നോക്കൂ.
7104 എത്ര ആയിരം ഉണ്ട്? 7000, 100, 0, 10, 4, 1. സംഖ്യകൾ അങ്ങനെ തന്നെ എഴുതിപ്പോയാൽ മതി. പിന്നെ 100, 100 ആയിട്ട് എങ്ങനെ എഴുതാം? 71 നൂറുകൾ. 71 നൂറ് എന്ന് പറയുമ്പോൾ 71 ഗുണിക്കണം 100, 7100, 4, 1. പിന്നെ 1000ഉം 1ഉമായിട്ട് എങ്ങനെ എഴുതാം? 7000, 104, 1. പിന്നെ 1000ഉം 10ഉം 1ഉമായിട്ട് എങ്ങനെ എഴുതാം? 7000, 10, 10, 4, 1. സംഖ്യാചക്രം. ചക്രം പൂർത്തിയാക്കൂ. 5633 പല രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം 100ഉം 1ഉമായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര നൂറുണ്ട്? 56 നൂറ്, അതായത് 5600 ആവും. 33 1, 5600 കൂട്ടണം 33. ഓക്കെ. അടുത്തത് 5000 ഡാഷ് 100, 3, 10, ഡാഷ് 1. 5000, 600, 3, 10, 3, 1. പിന്നെ 5000, 600, 33, 1. അതുപോലെ 10ഉം 1ഉമായിട്ട് എങ്ങനെ എഴുതാം? 560, 10, അപ്പോൾ 5600 33, 1. പിന്നെ 10ഉം 1ഉമായിട്ട് എങ്ങനെ എഴുതാം? 56 100, 3, 10, 3, 1. ഇനി 1000, 10, 1 എന്നുള്ള രീതിയിൽ എങ്ങനെ എഴുതാം? 5000, 63, 10, 3, 1. 1000ഉം 1ഉമായിട്ട് എങ്ങനെ എഴുതാം? 5000, 633, 1. ഒന്നുകൾ മാത്രമായിട്ട് എങ്ങനെ എഴുതാം? 5633, 1. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പിരിച്ചെഴുതാം. 10000 എന്നുള്ള സംഖ്യയാണല്ലേ അവിടെ തന്നിട്ടുള്ളത്. വായിച്ചു നോക്കൂ. 1, പിന്നെ 4 0, 10000 ആണ്. 10000-ൽ എത്ര 1ഉം എത്ര 10ഉം എത്ര നൂറുകളും ഉണ്ട്? 10 ആയിരങ്ങൾ ചേർന്നതാണ് 10000. 10000 ഒന്നുകൾ ചേർന്നതാണ് 10000. 1000 10കൾ ചേർന്നതാണ് 10000. 100 നൂറുകൾ ചേർന്നതാണ് 10000. ചുവടെ കൊടുത്തിരിക്കുന്നവയും ഇതുപോലെ പൂർത്തിയാക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യ എങ്ങനെ വായിക്കാം? 13000 ആണ്. 13000. ഓക്കെ. 13000-ൽ 13000 ഒന്നുകളുണ്ട്. എത്ര പത്തുകളുണ്ട്? 1300 പത്തുകളുണ്ട്. അതായത് ഒരു 0 ഒഴിവാക്കിയിട്ട് നോക്കിയാൽ മതി. എത്ര നൂറുകളുണ്ട്? 2 0 ഒഴിവാക്കി നോക്കുക. 130 നൂറുകളുണ്ട്. എത്ര ആയിരമുണ്ട്? 3 0 ഒഴിവാക്കി നോക്കുക. 13000 ഉണ്ട്. 6700. 6700-ൽ 6 ആയിരവും 7 നൂറുമാണ്. 67 നൂറുകൾ ചേർന്നതാണ്. 6700 ഒന്നുകൾ ചേർന്നതാണ്. അല്ലെങ്കിൽ 670 പത്തുകൾ ചേർന്നതാണ്. അതും എഴുതാം. പസിൽ കോർണർ. ഞാൻ ആര്? 600, 6 10, 6000, 6 1. ഇതിൽ ആദ്യം വരെ നമുക്ക് ആയിരങ്ങൾ നോക്കാം അല്ലേ. 6000 എന്ന് പറയുമ്പോൾ 6 ഗുണിക്കണം 1000, 6000 ആണ്. 600 എന്ന് പറയുമ്പോൾ 6 ഗുണിക്കണം 100, 600 ആണ്. 6 10 എന്ന് പറയുമ്പോൾ 6 ഗുണിക്കണം 10, 60 ആണ്. 6 1 എന്ന് പറയുമ്പോൾ 6. 4ഉം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് സംഖ്യ 6666 എന്ന് കിട്ടും. എറണാകുളം അമൃത്സർ യാത്ര. എറണാകുളത്ത് നിന്ന് അമൃത്സർ വരെ പോകുന്ന ട്രെയിൻ നിർത്തുന്ന ചില സ്റ്റേഷനുകളും ദൂരവുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പട്ടിക നോക്കി എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ആദ്യം നിർത്തുന്ന സ്റ്റേഷൻ ഏതെന്ന് എഴുതുക. തുടർന്ന് നിർത്തുന്ന മറ്റ് സ്റ്റേഷനുകളും ദൂരവും ക്രമത്തിൽ എഴുതുക. അപ്പോൾ ആദ്യം നിർത്തുന്ന സ്റ്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതായിരിക്കും ഏറ്റവും ദൂരം കുറവല്ലേ. എറണാകുളത്ത് നിന്ന് തുടങ്ങി കുറച്ച് ദൂരം പോയാൽ തന്നെ അടുത്ത സ്റ്റോപ്പ് എത്തില്ലേ. അതായത് ഈ സംഖ്യകളെ പട്ടികയിൽ തന്നിട്ടുള്ള സംഖ്യകളെ നിങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നാണ് ചുരുക്കത്തിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യ നോക്കുക. ആദ്യം നമുക്ക് എല്ലാം നോക്കാം. കാസർഗോഡേക്കുള്ള ദൂരം 368 കിലോമീറ്റർ, മാംഗ്ലൂരിലേക്കുള്ള ദൂരം 415 കിലോമീറ്റർ, കോഴിക്കോടേക്കുള്ള ദൂരം 193 കിലോമീറ്റർ, അമൃത്സറിലേക്കുള്ള ദൂരം 3092 കിലോമീറ്റർ, സൂററ്റിലേക്ക് 1522 കിലോമീറ്റർ, ന്യൂഡൽഹിയിലേക്ക് 2643 കിലോമീറ്റർ, ലുധിയാനയിലേക്ക് 2956 കിലോമീറ്റർ. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന സ്റ്റേഷൻ ഏതാണ് മക്കളെ? കോഴിക്കോടാണ് അല്ലേ. അതല്ലേ ചെറിയ സംഖ്യ. കോഴിക്കോട് 193 കിലോമീറ്റർ, കാസർഗോഡ് 368 കിലോമീറ്റർ, മാംഗ്ലൂരു 415 കിലോമീറ്റർ, സൂറത്ത് 1522 കിലോമീറ്റർ, ന്യൂഡൽഹി 2643 കിലോമീറ്റർ, ലുധിയാന 2956 കിലോമീറ്റർ, അമൃത്സർ 3092 കിലോമീറ്റർ. ക്രമം തുടരൂ. ഇവിടെ നമുക്ക് കുറച്ച് പാറ്റേണുകളാണ് തന്നിട്ടുള്ളത്. നോക്കൂ. ഒന്നാമത്തെ പാറ്റേൺ 10050, 10051, 10052. അടുത്ത സംഖ്യ ഏത് വരും? 10053,
10054, 10055. പാറ്റേൺ 2 നോക്കൂ. 11085, 11086, 11087, 11088, 11089, 11090 തുടങ്ങിയവയാണ് അടുത്ത സംഖ്യകൾ. മൂന്നാമത്തെ പാറ്റേൺ 19995, 19996, 19997. അടുത്തതോ 19998, 19999, 20000. നാലാമത്തെ പാറ്റേൺ 12320, 12340, 12360. ഇവിടെ 20 വീതമാണ് കൂടുന്നത്. അപ്പൊ അടുത്ത സംഖ്യ 12380, 12400, 12420. ഇനി നിങ്ങളോട് ഇവിടെ കുറച്ച് പാറ്റേണുകൾ കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ എഴുതുന്ന നോക്കൂ. 10000, 11000, 12000, 13000, 14000, 15000, 16000. ഇവിടെ 1000 വീതം ആണ് കൂടി പോകുന്നത്. അടുത്തത് 11030, 11060, 11090, 11120, 11150, 11180. ഇങ്ങനെയാണ് വരിക. ഇവിടെ 30 വീതമാണ് കൂടി വരുന്നത്. അടുത്ത പാറ്റേൺ നോക്കൂ. 50000, 40000, 30000, 20000, 10000. ഇവിടെ 1000 വീതം കുറഞ്ഞു വരികയാണ്. വിമാനത്തിലേക്ക്. വിനോദയാത്ര കഴിഞ്ഞ് കുട്ടികൾ മടങ്ങുന്നത് വിമാനത്തിലാണ്. വിമാനത്താവളത്തിൽ വരികയും പോവുകയും ചെയ്യുന്ന വിമാനങ്ങളുടെ നമ്പറുകൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മുടെ വിമാനത്തിന്റെ നമ്പർ എത്രയാണ്? നോക്കിക്കേ. വിമാനത്തിന്റെ നമ്പർ ഒരു 4 അക്ക സംഖ്യയാണ്. 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 1000 മുതൽ 9999 വരെയുള്ള സംഖ്യകളാണല്ലേ. 1000ന്റെയും 100ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ. അതായത് 1000ന്റെ സ്ഥാനത്ത് 1 ആണെങ്കിൽ അതും പിന്നെ 100ന്റെ സ്ഥാനത്തെ അക്കങ്ങളും അതും ചേർന്ന സംഖ്യയുടെ ഇരട്ടി ആയിരിക്കും 100ന്റെയും 10ന്റെയും സ്ഥാനത്തുള്ള 2 സംഖ്യകൾ. പിന്നെ മൂന്നാമത്തെ ക്ലൂ, 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 10ന്റെയും 1ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ. നമുക്കിനി ഓരോരോ ക്ലൂകളായിട്ട് നോക്കാം. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു 4 അക്ക സംഖ്യയാണ്. അപ്പൊ 4 അക്കങ്ങൾ നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഏതൊക്കെയോ 4 അക്കങ്ങൾ 1000 മുതൽ 9999 ഇടയിലുള്ള ഏതൊക്കെയോ സംഖ്യകൾ. ഓക്കെ. 1000ന്റെയും 100ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ. അതായത് ഇത് രണ്ടുമാണല്ലേ 1000ന്റെയും 100ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ. ആ 2 അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് ഈ 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ. അതായത് ഇപ്പൊ നമ്മൾ 1000ന്റെ സ്ഥാനത്ത് 1ഉം 100ന്റെ സ്ഥാനത്ത് 2ഉം എടുത്തെന്ന് വിചാരിക്കുക. 1ഉം 2ഉം കൂടെ ചേർന്നാൽ എത്രയാണ് നമ്മൾ വായിക്കുന്നത്? 12 ആണ്. അപ്പൊ 12ന്റെ ഇരട്ടിയായ 24 ആയിരിക്കും തൊട്ടടുത്ത 2 സംഖ്യകൾ. അതായത് 2 അക്കങ്ങൾ ചേർന്ന സംഖ്യ. അതായത് 100ന്റെയും 10ന്റെയും. അപ്പൊ ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. അപ്പൊ 4 ആയിരിക്കും 10ന്റെ സ്ഥാനത്ത്. 12ന്റെ ഇരട്ടിയല്ലേ 24. അടുത്ത ക്ലൂ വരുന്നത് നോക്കൂ. 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 10ന്റെയും 1ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ. 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ നമ്മളിലുള്ളത് എന്താണ്? 24 ആണല്ലേ. അപ്പൊ 24ന്റെ ഇരട്ടി എത്രയാണ്? 24 കൂട്ടണം 24 എത്രയാണ്? 48 ആണല്ലേ. അപ്പൊ 48 ആയിരിക്കും 10ന്റെയും 1ന്റെയും സ്ഥാനത്തെ സംഖ്യകൾ ചേർന്ന സംഖ്യ. അപ്പൊ 24 ആണ് നമുക്കിപ്പോൾ ഉള്ളത്. 48 ആവണമെങ്കിൽ ഒരു 8 കൂടെ വേണം അല്ലെ. 48. അപ്പൊ ഇവിടെ 8 ആയിരിക്കും. അപ്പൊ കറക്റ്റ് അല്ലേ മക്കളെ? 3 ക്ലൂവും ഒരുമിച്ച് വന്ന സംഖ്യയായില്ലേ. വിമാനത്തിന്റെ നമ്പർ എത്രയാണ്? 1248 ആണ്. റോമൻ സംഖ്യകൾ. ക്ലോക്ക് നോക്കൂ. ഈ ക്ലോക്കിൽ സംഖ്യകളില്ലല്ലോ. ഉണ്ടല്ലോ. അത് റോമൻ സംഖ്യകളാണ്. റോമൻ സംഖ്യകൾ നോക്കൂ മക്കളെ. 1 എങ്ങനെയാണ്? 2 എങ്ങനെയാണ്? 3 എങ്ങനെയാണ്? 4 ഇങ്ങനെയാണ്? 5 ഇങ്ങനെയാണ്? 6 ഇങ്ങനെയാണ്? 7, 8, 9, 10, 11, 12 ഇങ്ങനെയാണ് റോമൻ അക്കങ്ങൾ വരുന്നത്. അബാക്കസിലെ സംഖ്യകൾ. അബാക്കസ് നോക്കൂ. ഇതിൽ 2 മുത്തുകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന എല്ലാ 5 അക്ക സംഖ്യകളും എഴുതുക. 2 മുത്തുകൾ മാത്രമേ ഉള്ളൂ. 5 അക്ക സംഖ്യ ആവുകയും വേണം. അപ്പൊ നമുക്ക് 5 അക്ക സംഖ്യ ആകണമെങ്കിൽ ഒരു മുത്ത് എന്തായാലും 10000ത്തിൽ വേണം അല്ലെ. ചുരുങ്ങിയത് ഒരു മുത്ത് എന്തായാലും 10000ത്തിൽ വേണം. അപ്പൊ 10000ത്തിൽ ഈ ഒരു മുത്തിട്ട് ബാക്കിയുള്ള ഒരു മുത്ത് നമുക്ക് ബാക്കിയുള്ള സ്ഥാനങ്ങളിലായിട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. 1000ത്തിൽ ഇട്ട് കൊടുത്താൽ 11000 ആയി. 100ൽ ഇട്ട് കൊടുത്താൽ
10100 10 കൊടുത്താൽ 10010 1 കൊടുത്താൽ 10001 ഇനി നമുക്ക് രണ്ട് മുത്തുകളും 1000 കൊടുക്കാം. അപ്പോൾ 20000 ഇത്രയും സംഖ്യകളാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. എത്ര നൂറുകൾ? 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ ആവർത്തിക്കാതെ അവ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും എഴുതുക. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 ഇത്രയും അക്കങ്ങൾ വരും അല്ലേ? ഇത് ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അത് കാണാനായി വളരെ എളുപ്പമാണ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് അക്കങ്ങൾ അങ്ങനെ ആവർത്തിച്ച് തുടർച്ചയായിട്ട് എഴുതിപ്പോയാൽ മതി. അതായത് 54321 5, 4, 3, 2, 1. ഓക്കെ, 54321 ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ. ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എഴുതാൻ ഇത് നേരെ തിരിച്ചെഴുതുക. അതായത് 1 മുതൽ 5 വരെ തുടർച്ചയായിട്ട് എഴുതുക. 12345 ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. വലിയ സംഖ്യയിൽ എത്ര നൂറുണ്ട്? വലിയ സംഖ്യ ഏതായിരുന്നു? 54321 ആയിരുന്നു. അപ്പൊ 100ന്റെ സ്ഥാനത്ത് കണ്ടോ 3 അല്ലേ? അപ്പൊ 3 നൂറുണ്ട്. ചെറിയ സംഖ്യയിൽ എത്ര നൂറുണ്ട്? 12345 ആയിരുന്നു. ചെറിയ സംഖ്യയിലും 3 നൂറാണ് ഉള്ളത്. ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ആദ്യത്തേത് നോക്കൂ, പൂരിപ്പിക്കുക. 9875 9000 800 710 51. 6307 6000 പിന്നെ പത്തുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 30 10 7 1. പിന്നെ 4218 എത്ര നൂറുകളും എത്ര ഒന്നുകളും ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ 42 100 18 1 എന്നെഴുതാം. അടുത്തത് സംഖ്യ എന്താണെന്ന് എഴുതണം. 5000 600 0 10 8 1. 5608 സംഖ്യ. പിന്നെ 8000 അതായത് 8000 12 10 അപ്പോൾ 120 0 1 അപ്പോൾ 0. അപ്പോൾ 8120 സംഖ്യ. അവസാനത്തേത് 1600 അതായത് 16ലേക്ക് 2 0 ഇട്ട് കൊടുക്കുക. 1600 25 1 25 തന്നെ. അപ്പൊ 1625 സംഖ്യ. ചോദ്യം 2 നോക്കൂ. 6315 എന്ന സംഖ്യയിൽ 6 എന്ന അക്കത്തിന്റെ വില 6000 ആണ്. താഴെ കൊടുത്ത സംഖ്യകളിൽ 3 എന്ന അക്കത്തിന്റെ വില എഴുതൂ. നോക്കിക്കേ മക്കളെ, നമുക്ക് ഇങ്ങനെയാണ് വരിക. 1000 സ്ഥാനങ്ങൾ കേട്ടോ. 1 10 100 1000 എന്നിങ്ങനെയാണ് സ്ഥാനങ്ങൾ വരുന്നത്. അപ്പൊ ഇതിനനുസരിച്ച് 100ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 3ന്റെ സ്ഥാനം എവിടെയാണോ ആ വില നിങ്ങൾ എഴുതി കൊടുത്താൽ മതിയെ. 8573 3ന്റെ സ്ഥാനം എന്താണ്? 3ന്റെ വില 1 ഒറ്റയുടെ സ്ഥാനത്താണ്. 7835 10 10ന്റെ സ്ഥാനത്താണ്. 3578 1000ന്റെ സ്ഥാനത്താണ് 3. 5379 100ന്റെ സ്ഥാനത്താണ് 3. ചോദ്യം 3. ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് ആകെ 3625 രൂപയാണ്. കുട്ടികൾക്കുള്ള ഇളവ് കുറച്ച് 2000 രൂപ മാത്രമാണ് കൊടുത്തത്. ഇളവ് എത്ര രൂപയാണ്? അത് കാണുന്നതിന് വേണ്ടിയിട്ട് 3625 കുറയ്ക്കണം 2000 ചെയ്ത് നോക്കിയാൽ മതി. 5ൽ നിന്ന് 0 പോയാൽ 5, 2ൽ നിന്ന് 0 പോകുമ്പോൾ 2, 6ൽ നിന്ന് 0 പോയാൽ 6, പിന്നെ 3ൽ നിന്ന് 2 പോയാൽ 1. അപ്പൊ 1625 രൂപയാണ് ഇളവ്. ചോദ്യം 4. ഒഴിഞ്ഞ കളങ്ങളിൽ സംഖ്യകൾ എഴുതൂ. 301 185 829 എന്നിവയാണ് താഴെയുള്ള സംഖ്യ. അതിന് തൊട്ട് മുകളിൽ 301നെയും 185നെയും മുകളിൽ 486 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. 301ഉം 185ഉം തമ്മിൽ കൂട്ടി നോക്കൂ മക്കളെ. 1ലേക്ക് 5 കൂട്ടിയാൽ 6, പിന്നെ 0ലേക്ക് 8 കൂട്ടിയാൽ 8, 3ലേക്ക് 1 കൂട്ടിയാൽ 4. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ കൂട്ടിയതാണ് തൊട്ട് മുകളിലുള്ള സംഖ്യ എന്ന് മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത കളത്തിൽ എന്തായിരിക്കും വരിക? 185 കൂട്ടണം 829 ചെയ്ത് നോക്കിയാൽ മതി. 1014 ഉത്തരം വരുന്നത്. ഏറ്റവും മുകളിലുള്ള സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? 486 കൂട്ടണം 1014 ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1500 എന്നാണ് ഉത്തരം വരുന്നത്. രണ്ടാമത്തേത് നോക്കൂ. 555 പിന്നെ 556 ഇവിടെ തന്നിട്ടുണ്ട്. 556ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുക എന്ന് ആദ്യം നോക്കുക. അത് കാണുന്നതിന് 1000ൽ നിന്ന് 556 കുറച്ച് നോക്കിയാൽ മതി. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 444 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നടുവിലുള്ള സംഖ്യ 444 ആണ്. ഇനി 1000ത്തിന് ഇപ്പുറത്തുള്ള സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? 555 കൂട്ടണം 444 ചെയ്യണം. സുഖല്ലേ? എത്ര ആൻസർ വരുന്നു? 999 തൊട്ട് മുകളിലുള്ള സംഖ്യയോ 999ലേക്ക് 1000 കൂട്ടി നോക്കണം. അപ്പൊ 1999 ഏറ്റവും മുകളിലുള്ള സംഖ്യ. മൂന്നാമത്തെ കളങ്ങൾ നോക്കൂ.
618 തന്നിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് മുകളിൽ 920 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 920ലേക്ക് 618ലേക്ക് എത്ര കൂട്ടിയാലാണ് 920 ആവുക എന്നാണ് ആദ്യം നോക്കേണ്ടത്. അത് കാണാൻ 920 നിന്ന് 618 കുറച്ച് നോക്കിയാൽ പോരെ. അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ നമുക്ക് 302 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 302 ആയിരിക്കും വരിക. ഇനി 920 അപ്പുറത്തുള്ള സംഖ്യ കാണാൻ 302 കൂട്ടണം 743 ചെയ്യുക. അപ്പോൾ ഉത്തരം 1045 ആണ്. അതാണ് ഇവിടെ വരിക. ഏറ്റവും മുകളിലുള്ള സംഖ്യ കാണാൻ 1045 കൂട്ടണം 920 ചെയ്യണം. ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 1965 ആണ് വരിക. അതാണ് ഏറ്റവും മുകളിലുള്ള ഈ കളത്തിൽ വരുന്ന സംഖ്യ. ഇതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. സംഖ്യകൾ ആവർത്തിക്കാതെ 8-ലെത്തുക. നോക്കിക്കേ മക്കളെ, അതായത് ഇതുപോലെ ഓരോ സംഖ്യകൾ എഴുതി കൂട്ടുമ്പോൾ 8-ലെത്തണം. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് 8 നിന്ന് 8 കിട്ടാൻ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടണം? നമുക്ക് പല രീതിയിൽ ചെയ്യാം. 1 കൂട്ടണം 7 ചെയ്യാം, 2 കൂട്ടണം 6 ചെയ്യാം, 3 കൂട്ടണം 5 ചെയ്യാം, 4 കൂട്ടണം 4 ചെയ്യാം. 4 കൂട്ടണം 4 പറ്റില്ല, കാരണം അത് സംഖ്യ ആവർത്തിച്ചു വരും അല്ലേ. അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് വരാം. ആദ്യം നമുക്ക് മുകളിൽ 1ഉം 7ഉം എന്തായാലും എഴുതാൻ പറ്റില്ല അല്ലേ. കാരണം എന്താണ്, പിന്നെ 1 താഴെയുള്ള 2 സംഖ്യകൾ കൂട്ടിയാൽ 1 കിട്ടില്ലല്ലോ. അപ്പൊ ഇത് എഴുതാനായിട്ട് പറ്റില്ല. നമുക്ക് 3ഉം 5ഉം എഴുതി നോക്കാം അല്ലേ. 5, 3 എന്ന് എഴുതി നോക്കി. 5 കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ കൂട്ടണം മക്കളെ? 4ഉം 1ഉം ചെയ്ത് നോക്കാം. 4, 1 എന്ന് എഴുതി. ഈ 3 കിട്ടണമെങ്കിൽ 1ലേക്ക് 2 കൂടെ കൂട്ടണം. അപ്പൊ 2 എന്ന് ഇവിടെ എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ചോദ്യം 5. ഒരു വരിയിൽ 27 പേരുണ്ട്. നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ 4068 ആണ്. ആ വരിയിലെ ആദ്യത്തെ കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എന്താണ്? അവസാന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എന്താണ്? അപ്പൊ 27 പേരാണ് ആകെയുള്ളത്. അപ്പൊ നടുക്കുള്ള കുട്ടി എത്രയായിരിക്കും മക്കളെ? മുന്നിൽ നിന്ന് 13 പേരും പുറകിൽ നിന്ന് 13 പേരുണ്ടായിരിക്കും. അപ്പോഴല്ലേ നടുക്ക് ഒരാള് കൂടെ ആകുമ്പോൾ ആകെ 27 ആവല്ലോ. അപ്പോൾ മുന്നിൽ നിന്ന് നമ്മൾ കൂട്ടി വരുമ്പോൾ 14ാമത്തെ ആളുടെ നമ്പറാണ് 4068 എന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് മുന്നിലേക്കും പിറകിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? സംഖ്യകൾ കുറച്ചും കൂട്ടിയും കൊണ്ടുവന്നാൽ മതി. അതായത് ഇപ്പൊ 4068 നമ്മൾ നടുവിൽ വെച്ചു. അതിന് മുന്നിലുള്ള 13 സംഖ്യകൾ എഴുതുക. അപ്പോൾ 4067, 4066, 4065 അങ്ങനെ 13 സംഖ്യകൾ എഴുതുക. അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ നമ്പർ ഇതാ 4055 വരെ വരും അല്ലേ. 14 കുട്ടികളുടെ നമ്പറായി. ഇനി 4068 പുറകിലേക്കും 13 നമ്പർ എഴുതുക. 4069, 4070, 4071 അങ്ങനെ 13ാമത്തെ സംഖ്യ ഏതാണെന്ന് നോക്കൂ. 4081 ആണ്. അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ നമ്പർ 4055ഉം അവസാനത്തെ കുട്ടിയുടെ നമ്പർ 4081 അടുത്ത ചോദ്യം നോക്കൂ. ചോദ്യം 6. 10,000 ചേർന്ന സംഖ്യ എത്ര 500 ചേർന്നതിന് തുല്യമാണ്? 10,000 ചേർന്ന സംഖ്യ എന്ന് പറയുമ്പോൾ 10,000 ആണല്ലേ സംഖ്യ വരുന്നത്. 1000ത്തിന്റെ പകുതിയാണ് 500. അപ്പോൾ ഒരു 1000 വരേണ്ട ഇടത്ത് 2 500 വീതം വരേണ്ടി വരും. അതായത് 2 500 ചേർന്നാൽ 1000, 4 500 ചേർന്നാൽ 2000, 6 500 ചേർന്നാൽ 3000, 8 500 ചേർന്നാൽ 4000, 10 500 ചേർന്നാൽ 5000, 12 500 ചേർന്നാൽ 6000, 14 500 ചേർന്നാൽ 7000, 16 500 ചേർന്നാൽ 8000, 18 500 ചേർന്നാൽ 9000, 20 500 ചേർന്നാൽ എത്രയായി മക്കളെ? 10,000 ആയി. അപ്പൊ 10,000 നിങ്ങൾ ചേർന്നാൽ 10,000, 20 500 ചേർന്നാൽ 10,000. ചോദ്യം 7. 51, 50, 10, 50, 100 ചേർന്ന് വരുന്ന 4 അക്ക സംഖ്യ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 50 100 ആണല്ലേ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. 50 100 ആകുമ്പോൾ 50 ഗുണിക്കണം 100, 5000 ആയി. 50 10 എന്ന് പറയുമ്പോൾ 50 ഗുണിക്കണം 10, 500 ആയി. 5000 കൂട്ടണം 500. 51 എന്ന് പറയുമ്പോൾ 50. 5000 കൂട്ടണം 500 കൂട്ടണം 50, 5550 ആണ് സംഖ്യ. ചോദ്യം 8. ക്രമം തുടരൂ. 4080, 4085, 4091, 4098 ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ എന്താ മക്കളെ? ആദ്യം 4080ലേക്ക് 5 കൂട്ടിയാൽ 4085 ആയി. പിന്നെ 4085ലേക്ക് 6 കൂട്ടിയപ്പോൾ 4091 ആയി. 4091ലേക്ക് 7 കൂട്ടിയപ്പോൾ 4098 ആയി. അപ്പൊ അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ 4098ലേക്ക് 8 കൂട്ടണം. അപ്പൊ 4106 ആണ്. പിന്നെ 4106ലേക്ക് 9 കൂട്ടുക. അപ്പൊ നമുക്ക് 4115 എന്ന് വരും. പിന്നെ 4115ലേക്ക് 10 കൂട്ടുക. അപ്പൊ 4125 ആവും. പിന്നെ 4125ലേക്ക് 11 കൂട്ടുക. അപ്പൊ 4136 ആവും.
ചോദ്യം 9 കണക്കാക്കുക. 9000-നും 10000-നും ഇടയ്ക്ക് എത്ര സംഖ്യകൾ? 9000-നും 9100-നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ട്? 99 സംഖ്യകളാണ് ഉള്ളത്. 9000-നും 9500-നും ഇടയ്ക്ക് 499 സംഖ്യകളാണ് ഉള്ളത്. 9000-നും 10000-നും ഇടയ്ക്ക് 999 സംഖ്യകളാണ് ഉള്ളത്. 9000-നും 10000-നും ഇടയ്ക്ക് എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 10-ല് നമുക്ക് 5 ഒറ്റ സംഖ്യകളും 5 ഇരട്ട സംഖ്യകളുമാണല്ലേ ഉള്ളത് 10-നിടയ്ക്ക് 10 വരെയുള്ള സംഖ്യകളിൽ. അതുപോലെ 100 വരെയുള്ള സംഖ്യകളിൽ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളുമാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ 1000 വരെയുള്ള സംഖ്യകൾ, അതായത് 1000-നിടയ്ക്ക് 500 ഒറ്റ സംഖ്യകളും 500 ഇരട്ട സംഖ്യകളും ഉണ്ടായിരിക്കും. അപ്പോൾ 9000-നും 10000-നും ഇടയ്ക്ക് എത്രയാണ്? 1000 സംഖ്യകളല്ലേ ഉള്ളത്. അപ്പോൾ അതിൽ 500 ഒറ്റ സംഖ്യകളും 500 ഇരട്ട സംഖ്യകളും ആയിരിക്കും ഉണ്ടായിരിക്കുക. അന്വേഷണം. 2 ഒറ്റ സംഖ്യകൾ എഴുതി കൂട്ടി നോക്കൂ. കിട്ടുന്ന ഉത്തരം ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? അപ്പൊ നമുക്ക് 1, 3 എന്നീ 2 ഒറ്റ സംഖ്യകൾ എടുക്കാം. ഉദാഹരണമായിട്ട് അതിൽ കൂട്ടിയാൽ നമുക്ക് 4 കിട്ടുന്നത്. 4 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ കിട്ടുന്ന സംഖ്യ ഇരട്ട സംഖ്യയാണ്. 3 ഒറ്റ സംഖ്യകൾ കൂട്ടിയാലോ? അപ്പൊ 1, 3, 5. 1-ലേക്ക് 3 കൂട്ടിയാൽ 4, 4-ലേക്ക് 5 കൂട്ടിയാൽ 9. അപ്പൊ നമുക്ക് ഒറ്റ സംഖ്യയാണ് കിട്ടുന്നത്. കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയായാൽ ഏതു തരം സംഖ്യയാണ്? അപ്പോൾ കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം, അതായത് 1, 3, 5 അങ്ങനെ ഇങ്ങനെ ഉള്ള ഒറ്റ സംഖ്യകൾ വീതമാണ്. അതായത് നമ്മൾ 3 സംഖ്യകൾ കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 5 സംഖ്യകൾ കൂട്ടുന്നുണ്ട്, 7 സംഖ്യകൾ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒറ്റ സംഖ്യകളുടെ എണ്ണത്തിനനുസരിച്ചാണ് സംഖ്യകൾ കൂട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒറ്റ സംഖ്യ ആയിരിക്കും. എന്നാൽ 2 സംഖ്യകൾ അല്ലെങ്കിൽ 4 സംഖ്യകൾ 6 സംഖ്യകൾ അങ്ങനെയുള്ള ഇരട്ട സംഖ്യകളാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ, ഇരട്ട സംഖ്യകളുടെ എണ്ണം വരുന്ന രീതിയിലാണ് ഒറ്റ സംഖ്യകളായാലോ ഇരട്ട സംഖ്യകളായാലും തമ്മിൽ കൂട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കും. ഇതുപോലെ ഇരട്ട സംഖ്യകൾ കൂട്ടി നോക്കൂ. ഇരട്ട സംഖ്യകൾ ഇപ്പൊ നമുക്ക് 2 കൂട്ടണം 4 ചെയ്യാം. 2 കൂട്ടണം 4 ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 അതൊരു ഇരട്ട സംഖ്യയാണ്. അതിലേക്ക് 2 കൂട്ടണം 4 കൂട്ടണം 6 ചെയ്യാം. 3 ഇരട്ട സംഖ്യകൾ കൂട്ടിയാലോ? 2-ലേക്ക് 4 കൂട്ടിയാൽ 6, 6-ലേക്ക് 6 കൂട്ടിയാൽ 12. അപ്പോഴും നമുക്ക് ഇരട്ട സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. ഇരട്ട സംഖ്യകളുടെ കാര്യത്തിൽ കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയായാലും ഇരട്ട സംഖ്യയായാലും കിട്ടുന്നത് ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് 3-ാമത്തെ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 4-ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്